ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് മറക്കാൻ പറ്റുക എന്നുള്ളത്. പലരും ചോദിക്കേണ്ടപ്പോൾ നമ്മൾ സ്നേഹിച്ച ആളെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പൂർണ്ണമായിട്ടും അവരെ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് വേർപെടുത്തി കളയാൻ, അതല്ലെങ്കിൽ മറക്കാനായിട്ട് പറ്റില്ല. എങ്കിലും ഒരു പരിധി വരെ അവരുടെ ചിന്തകൾ നമ്മളിലേക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിലും ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൺടാക്ട് ചെയ്യാനുള്ള വഴിയും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു പേഴ്സന്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം, മുഴുവനായിട്ടും ഇല്ലാതാക്കണം. മുഴുവനായിട്ട് മറക്കുക എന്നല്ല എങ്കിൽ പോലും ഒരു പരിധി വരെ അവരുടെ ഓർമ്മകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിനുള്ള ഒന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാ കോണ്ടാക്റ്റും നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. അതായത് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. മാത്രമല്ല, നിങ്ങൾ മറക്കണം എന്നാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ എന്ത് കാര്യമുള്ളത്, അത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരികയാണ് ചെയ്യുക. അതായത് അവരെ മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ടത് അങ്ങനെയല്ല, അവരെ മറക്കുകയാണ് വേണ്ടത്. മറന്നാലേ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പൂർണ്ണമായും അവരുമായുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. ചിലപ്പോൾ മറ്റു പലരും വഴിയും നിങ്ങൾ അവരെ കുറിച്ച് അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും, അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഉറപ്പിക്കുക, ഇനി അങ്ങോട്ട് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരാളെ കുറിച്ച് ഞാൻ അറിയരുത്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കരുത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ മുന്നേ അയച്ച കുറേ മെസ്സേജുകളും ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വോയിസ് റെക്കോർഡ് ഉണ്ടായിരിക്കും, നിങ്ങൾ തമ്മിൽ മുമ്പ് ചാറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായി തോന്നണം. കാരണം ഇടയ്ക്കൊക്കെ ഞാൻ ആളെ ഓർമ്മ വരുന്ന സമയത്ത് എടുത്ത് നോക്കാറുള്ളതാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് നോക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്, അവരെക്കുറിച്ച് നിങ്ങൾക്ക് മറക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. മറന്നാലേ നിങ്ങൾക്ക് ലൈഫുള്ളൂ. അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ നമുക്ക് ഓർമ്മ ഉണ്ട്, പക്ഷെ ഒരു റിവെഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചലഞ്ചായിട്ട് നമ്മൾ എടുക്കുക. അതായത് അവരുടെ മുമ്പിൽ ഞാൻ ജീവിച്ച് കാണിക്കും എന്നുള്ള രീതിയിൽ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമല്ല. എന്നാലും ആ ഒരു അവരെ കുറിച്ചുള്ള നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ തമ്മിലുള്ളത്, അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ചലഞ്ചായിട്ട് എടുക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ആ ചിന്തകളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് നല്ലത്. അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത്, ഈ ചാറ്റും അല്ലെങ്കിൽ കോളിൽ ഉള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഡിലീറ്റ് ആക്കുക. അതൊക്കെ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അവരുടെ ഓർമ്മ വീണ്ടും വീണ്ടും വരിക എന്നല്ലാതെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരും, കഴിഞ്ഞ കാര്യങ്ങൾ വരും, പറഞ്ഞ കാര്യങ്ങൾ വരും. അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും ഒരിക്കലും നല്ലതല്ല. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് പശ്ചാത്താപം ഉണ്ടാവും. അയ്യോ, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കും, പശ്ചാത്താപം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓ അങ്ങനെ അവൾ അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അന്ന് എനിക്ക് അത്രയും വിഷമിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ദേഷ്യം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ടാവും. അത് നിർത്തുക. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് മാത്രമല്ല നമുക്കും നമ്മൾ മാപ്പ് കൊടുക്കുക. അതാണ് നമ്മളെ കുറച്ചൊന്ന് ഹാപ്പി ആക്കാൻ, അല്ലെങ്കിൽ മുമ്പോട്ട് മൂവ് ഓൺ ആക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് കുറച്ച് സമാധാനവും കൂടി കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ മാപ്പ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുകയും അവരോട് നമുക്ക് ദേഷ്യം തോന്നുകയും നമ്മൾ വെറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മളാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും നമുക്കത് ഓർമ്മ വരുന്ന സമയത്ത് നമ്മളോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കൊരിക്കലും സെൽഫ് ലവ് അവിടെ വരില്ല, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. അതായത് അയ്യോ ഞാൻ അത്രയും മോശമാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ചിന്തകൾ മാത്രമേ വരുള്ളൂ. അവരെക്കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ല ഒരിക്കലും നല്ലതെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് മാപ്പ് കൊടുക്കുക. അവരങ്ങനെ ചെയ്തു, ഓക്കെ, അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അത് വിട്ട് കളയാം, എന്താ വെച്ചാൽ ആയിക്കോട്ടെ, അറിയാണ്ട് സംഭവിച്ചതായിരിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് ആ സമയത്ത് കഴിഞ്ഞതാണ്. ഇനി ഒരിക്കലും ആ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ചെയ്ത തെറ്റ് ചെയ്തില്ല എന്നാക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ
അതങ്ങനെ കഴിഞ്ഞ കാര്യമാണ്, വിട്ടേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിട്ട് വിട്ട് കളയുകയാണ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആവാതിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അതായത് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇത് ഓക്കെ ആവാതിരുന്നത്, മീൻസ് നിങ്ങൾ തമ്മിൽ ഓക്കെ ആവില്ല എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ് അവിടെ ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിൽ ഓക്കെ ആവില്ല, പിന്നെ അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ വിചാരിക്കും. അത് മാത്രമല്ല, എന്തുകൊണ്ട് അവിടെ ആ റിലേഷൻഷിപ്പ് ഓക്കെ ആയില്ല, എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്നു എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം ഓക്കെ ആവാതിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാം. ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ചേരായ്മകൾ ഉണ്ടാവല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും, ഓക്കെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോകാതിരുന്നത് തന്നെയാണ് നല്ലത്. കാരണം പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെ മോശമായ രീതിയിലേക്ക് രണ്ടുപേരുടെയും ആ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ലത് ഇവിടെ വെച്ച് നിർത്തിയതാണ് അല്ലെങ്കിൽ നിന്നതാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് തന്നെ വരും എന്നുള്ളതാണ്. സോ നിങ്ങൾ തമ്മിൽ ഓക്കെ ആവാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിസി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ഒന്നിലും ഇപ്പോൾ എൻഗേജ്ഡ് ആവാതിരിക്കുമ്പോൾ, ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരണത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറേ ചിന്തകളൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്, എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബിസി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല, കാരണം ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ബിസി ആവുന്നതിന് കൂടുതൽ നിങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോവുക, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതായത് പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അതൊക്കെ ചെയ്യാം. അങ്ങനെ കൂടുതലും മറ്റു കാര്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. ഇതും അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ മറക്കുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ സ്നേഹിച്ച ഒരാളാണ്, നമ്മൾക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരും. എന്നാൽ പോലും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിലേക്ക് വരുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അത് മതി നമ്മുടെ വിഷമം കുറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കഴിയും. ലൈഫ് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് വിഷമങ്ങളൊക്കെ കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും കഴിയും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്